കപ്പ കപ്പ ഇട്ട് നമുക്കൊരു മീൻകറി ഉണ്ടാക്കാം. കപ്പ മീൻകറി. കപ്പ നമുക്ക് പൊളിച്ചെടുക്കാം. 1/2 കിലോ മോദ മേടിച്ചിട്ടുണ്ട്. 1/2 കിലോ മോദയും 1 കിലോ കപ്പയും എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ മീനും കഴുകി എടുത്തിട്ടുണ്ട്. കപ്പ അരിഞ്ഞ് റെഡിയാക്കി കഴുകി മുട്ടപ്പനാക്കിയിട്ടുണ്ട്. 2 സവാള, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, വെളുത്തുള്ളി ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട്. നമുക്ക് അടപ്പ് കത്തിച്ച് നമുക്ക് പാത്രം കയറ്റാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, തക്കാളി, പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി വാട്ടിയെടുക്കാം. സവാള പെട്ടെന്ന് വാടാനായിട്ട് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ടിടാം ബാക്കിയിട്ടാ. എങ്ങനെയുണ്ടെന്ന് നോക്കാം, വാടിയിട്ടുണ്ടെന്ന് നോക്കാം. ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സവാള വാട്ടിയാലും അടിക്ക് പിടിക്കില്ല. അങ്ങനൊരു ഗുണമുണ്ട് ഈ പാത്രം കൊണ്ട്. അപ്പോൾ സവാള വാടി വന്നിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂൺ, കാശ്മീരി ചില്ലി 2 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇതിലും മസാലപ്പൊടി ഇട്ടിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ നമുക്ക് അടിക്ക് പിടിക്കാണ്ട് എടുക്കാം. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. മസാല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ 1 കിലോ കപ്പയുണ്ട്. ഇത് കപ്പ നമുക്ക് മിക്സ് ചെയ്തിട്ട് പുഴുങ്ങാൻ വെക്കാം. മീൻ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കപ്പ വേവിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കപ്പ മുങ്ങി നിൽക്കണ അത്ര വെള്ളം ഒഴിക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. കുക്കറിൽ കയറ്റി വേവിക്കണമായിരിക്കും നല്ലത്. പാത്രത്തിൽ ഇട്ട് വേവിച്ച് വരുമ്പോഴേക്കും കുറേ ടൈം എടുക്കും. കുക്കറിലാകുമ്പോൾ 2-3 വിസിലടിച്ചാൽ പരിപാടി പെട്ടെന്ന് കഴിയും. കുക്കർ തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ നോക്കാം. സംഭവം വെന്തിട്ടുണ്ട്. എന്താ കഥ. കപ്പ റെഡി ആയിട്ടുണ്ട്. കപ്പക്കൊരു ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീനിടാം. അത് നമുക്ക് മോദ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് സംഭവം റെഡിയായിട്ടുണ്ട്. ആഹാ, അടിപൊളി. നമുക്ക് ഇനി കഴിച്ചിട്ട് പറയാം ബാക്കി. കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. തിന്നിട്ട് പറയാം. കപ്പ അധികം വേവിച്ച് ഉടച്ച് കളയരുത്, അല്ലാണ്ട് എടുക്കണം. എന്നാലേ നമുക്കത് അങ്ങനെ തന്നെ കിട്ടുള്ളൂ. ചാരത്തിരി ഇരിക്കട്ടെ, അതായത് നമുക്കൊരു പിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം ബാക്കി. നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് നീരൊഴിക്കാം. കുറക്കണ്ട, ഒരു നാരങ്ങ തന്നെ ഇട്ടേക്കാം. നമുക്ക് ചെറുനാരങ്ങ കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുനാരങ്ങ ഒഴിച്ചിട്ട് ഇതേപോലെ നല്ലോണം ഇളക്കണം. ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഇതേപോലെ തിളക്കട്ടെ. നമുക്ക് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആഹാ, അടിപൊളി, സൂപ്പർ. മീനെടുക്കട്ടെ. മീനൊരു 2 കഷ്ണം, കുറച്ച് കപ്പ ഗ്രേവിയോടെ എടുത്താലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2-3 കപ്പയും കൂടെ എടുത്തിട്ട് കുറച്ച് ഗ്രേവി എടുത്തിടാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആഹാ, അടിപൊളി. 2 പപ്പടവും കൂടെ വെക്കാം. 2 പപ്പടവും കൂടെ വെച്ചിട്ട് പൊളിക്കാം. അപ്പോൾ കപ്പയിട്ട മീൻകറി അങ്ങനെ കഴിച്ചു നോക്കാം. പപ്പടമൊക്കെ ഇട്ട് പൊടിച്ചിട്ടേ.
കപ്പയും കൊള്ളാം. കപ്പ വേവിച്ച് ഉടച്ച് കളയരുത്. അപ്പം ഇത് കഴിച്ചു തീർക്കില്ല. അടുത്ത വീഡിയോ ഓക്കെ.